ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG വീണ്ടും UEFA സൂപ്പർ കപ്പ് തുടർച്ചയായി 2ാം തവണ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു സീസണിലെ ആദ്യത്തെ മത്സരമാണ്, യൂറോപ്യൻ സീസണിലെ ആദ്യത്തെ മത്സരം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി നടക്കുന്ന മത്സരങ്ങളുടെ വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു PSG അതുപോലെ തന്നെ ആസ്റ്റൺ വില്ല മത്സരം നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് PSG-യുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർച്ചയായിട്ട് 2 തവണ അവർ ചാമ്പ്യൻസ് ലീഗ് നേടി. വേറെ ലെവൽ ഗെയിമാണ് അവർ ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കോച്ചിന്റെ കീഴിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റ് ആയിട്ടുള്ള ടീമാണ്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നോക്കിയാൽ പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല. അവരുടെ ഒരു മെയിൻ സ്ക്വാഡ്, മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അവരൊന്നും ഒരിടത്തും പോയിട്ടില്ല. അവരാകെ ചെയ്തിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ബെഞ്ച് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമാണ് അവരാകെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, ഇതുവരെ അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് PSG ഉള്ളത്. മറുഭാഗത്ത് ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ച് ആസ്റ്റൺ വില്ലയുടെ ചില കീ പ്ലേയേഴ്സ് അവരെ വിട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാം, യൂറി ടിലെമൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കും മറ്റേ മോർഗൻ റോജേഴ്സ് നേരെ ചെൽസിയിലേക്കൊക്കെ പോയി. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് അവരെ വിട്ട് പോയിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് അവർ കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഉനൈ എമറിയുടെ ആസ്റ്റൺ വില്ല പോകുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ PSG-യുടെ ഭാഗത്തു നിന്ന് കാണുന്ന ഒരു ഹൈ പ്രസ്സിങ് ഒരു ഗെയിമുണ്ട്. പെട്ടെന്ന് ബോൾ വിൻ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഹൈ പ്രസ്സിങ് ഗെയിം. ആ ഒരു ഹൈ പ്രസ്സിങ് ഗെയിം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടായിരുന്നു ഉനൈ എമറി ആ ടീമിനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. 1 ടച്ച് പാസിലൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക, 1 ടച്ച് പാസിലൂടെ ഗെയിം മൊത്തം കൊണ്ടുപോകുക എന്ന ഒരു ഗെയിമായിരുന്നു ആസ്റ്റൺ വില്ല ഇന്നത്തെ മാച്ച് കളിച്ചിരുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉനൈ എമറി എടുത്തിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് മൊത്തത്തിൽ ഹൈ പ്രസ്സിങ് ചെയ്യുന്ന ഒരു ടീമാണല്ലോ PSG. അപ്പോൾ അവരുടെ ഹൈ പ്രസ്സിങ് തടയാൻ ഏറ്റവും നല്ല മാർഗമാണ് 1 ടച്ച് പാസ്. കുറേ 1 ടച്ച് പാസസ് ആസ്റ്റൺ വില്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ്റ്റൺ വില്ലയുടെ പ്ലേയേഴ്സിന്റെ ഒരു നിലവാരമൊക്കെ വെച്ചിട്ട് അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ലിമിറ്റേഷൻസ് ചില സമയങ്ങളിൽ മിസ് പാസ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. അത് ഓപ്പോസിറ്റ് ടീമായിട്ടുള്ള PSG മുതലെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓവറോൾ നോക്കുന്ന സമയത്ത് PSG ചില മൊമെന്റുകളിലെല്ലാം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ ലൂയിസ് എൻറിക്കയുടെ ടീം, എസ്പെഷ്യലി PSG ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിലാണ് ഏറ്റവും വീക്കായിട്ട് കാണപ്പെടുക. കഴിഞ്ഞ സീസൺ അങ്ങനെയായിരുന്നു, അതിന് മുമ്പത്തെ സീസണിലും അങ്ങനെയായിരുന്നു. അതായത് ചാമ്പ്യൻസ് ലീഗിലെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് ഒക്കെ കഴിയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ, ലീഗ് സ്റ്റേജ് മാച്ചസ് ഒക്കെ കഴിയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് സാധാരണ എല്ലാ സീസണിന്റെയും സ്റ്റാർട്ടിങ്ങിലുള്ളത്. കോമൺ ആയിട്ട് കഴിഞ്ഞ 2 സീസണിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ സീസണിലും അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു മത്സരത്തില് PSG-യുടെ ഒരു സർവാധിപത്യം ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറെ പാസസും ചെയ്തിരുന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് പല മേഖലകളിലും ആസ്റ്റൺ വില്ലയുടെ ഒരു നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കളി തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് 2 ടീമിനും ബോക്സിനകത്തേക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു. അവർ ബോക്സിന്റെ വെളിയിൽ നിന്നുള്ള ട്രൈകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറുഭാഗത്ത് വിറ്റീഞ്ഞയുടെ ഒരു ഷൂട്ടൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ബോക്സിനകത്തേക്ക് 2 ടീമും എത്തിപ്പെടാൻ തുടങ്ങിയത്. ആദ്യം PSG ബോക്സിനകത്തേക്ക് തുരുതുര 2-3 തവണ എത്തി. അതിനുശേഷമാണ് ആ ഒരു ഗോൾ വരുന്നത്. 20-ാം മിനിറ്റിലായിരുന്നു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ദുബൈയുടെ അസിസ്റ്റിൽ നിന്നാണ് കിച്ച ക്വാറസ്കേലിയ ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നത്. ക്വാറസ്കേലിയയുടെ മാത്രം ഒരു ബ്രില്യൻസ് ആണ് ആ ഒരു ഗോള്. അതായത് നമ്മൾ കോമൺ ആയിട്ട് കിച്ച ക്വാറസ്കേലിയയുടെ ഭാഗത്ത് നിന്ന് കോമൺ ആയിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ഇന്നത്തെ ഈ ഒരു മാച്ചിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പരിപാടി. അതായത് ബോൾ കിട്ടിക്കഴിഞ്ഞതും ഒന്ന് കട്ട് ചെയ്യുന്നു, ഒരു പ്ലെയറിനെ അങ്ങ് ബീറ്റൺ ആക്കുന്നു, അതിനുശേഷം പടയെന്നൊരടി. ഇത് കോമൺ ആയിട്ട് അദ്ദേഹം കുറേ മാച്ചിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്ക് സാധനമാണ്. സാധാരണ കുറെ വിങ്ങേഴ്സ് ഇങ്ങനെ ചെയ്യുന്നവരാണ്. പണ്ടൊരു കിടിലൻ വിങ്ങർ ഉണ്ടായിരുന്നു മറ്റേ നെതർലാൻഡിന്, അദ്ദേഹം ഇതേ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറേ പരിപാടി ചെയ്യുന്ന ഒരു മുതലാണ് കിച്ച ക്വാറസ്കേലിയ. ആളുടെ ആ ഒരു ഐക്കോണിക്, ആളുടെ ആ ഒരു ട്രേഡ് മാർക്ക് സാധനമാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഷൂട്ട് ഒരു ക്ലിയർ ഷൂട്ടാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് കീപ്പറിന് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയായിരുന്നു. നല്ല പവർ ഉണ്ടായിരുന്നു, പക്ഷെ ഫിനിഷിങ് അത്ര മികച്ചതൊന്നുമല്ല. സ്റ്റിൽ കീപ്പറിന്റെ പൊസിഷനിങ്ങും അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പക്ഷേ നമുക്കറിയാലോ, ആസ്റ്റൺ വില്ലയുടെ ഒരു കീപ്പർ എന്ന് പറയുന്നത് എമി മാർട്ടിനസ് ആയിരുന്നു. ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് സേവ് ചെയ്യാനുള്ള സാധ്യത
നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്നല്ല, ഒരു ബ്രില്യൻ കീപ്പർ ആണെങ്കിൽ ഒരു പക്ഷേ അത് സേവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പവർ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു കീപ്പറിന്റെ കൈയുടെ അടുത്തുകൂടെയാണ് അത് പോകുന്നത്. കീപ്പറിന്റെ ഒരു പൊസിഷനെ ആദ്യം തന്നെ ആൾ ഇങ്ങോട്ട് കുറച്ച് നീങ്ങി. അപ്പൊ അങ്ങനത്തെ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ ഒരു പക്ഷെ അത് ഈസി ആയിട്ട് അല്ലെങ്കിൽ പോലും അത് കുറച്ച് സ്ട്രഗിൾ ആണെങ്കിൽ പോലും അത് സേവ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ആ ഒരു ഗോൾ വന്നതിന് ശേഷം PFC നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കളി കഴിഞ്ഞു പോയി. അതായത് അവസാനം ഒരു 30 മിനിറ്റിന് ശേഷം ഈ ഒരു ആസ്റ്റൺ വില്ല കളിച്ചിട്ടുള്ള കളി എന്ന് പറയുന്നത് വേറെ ലെവൽ ഗെയിമാണ്. ഒരു 2 ഹെഡർ ഉണ്ടായിരുന്നു, അതുപോലെ ബോക്സിനകത്ത് 2-3 ഷൂട്ട് ഉണ്ടായിരുന്നു. കിടിലൻ കുറെ മൂവ്മെന്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് PFCക്കും ഒരു കട്ട് പാസ് വരും. PFCക്ക് 4 പ്ലേയേഴ്സ് ഉണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പോകും. ഒരു കട്ട് പാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോകുമായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു ആസ്റ്റൺ വില്ലയുടെ ഹൈ അറ്റാക്കിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവര് ഗ്രൗണ്ടിൽ കൂടെ ആയാലും ശരി, വിങ്ങിൽ കൂടെ ആയാലും ശരി, എസ്പെഷ്യലി അവരുടെ അറ്റാക്കുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് സൈഡ് വിങ്ങിൽ കൂടെയാണ്. റൈറ്റ് സൈഡ് വിങ്ങിൽ കളിച്ചിരുന്ന അവരുടെ 7-ാം നമ്പർ ജേഴ്സി, അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡായിട്ട് കളിച്ച അവരുടെ 10-ാം നമ്പർ, ഇവരൊക്കെ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈം, 1 മിനിറ്റ് ആയിരുന്നു ഇഞ്ചുറി ടൈം. അവിടെയാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കിടിലൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എസ്പെഷ്യലി ആ ഒരു PFCയുടെ ആ ഡിഫൻഡറിന്റെ ഒരു വലിയ ബ്ലണ്ടർ മിസ്റ്റേക്ക് ഉണ്ട്. അതിലൊരു സംശയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തു. ആൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്, പുറകിൽ നിന്ന് ഇവിടെ നിന്നാണ് ബോൾ വരുന്നത്, ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ അത് തന്നെ തെറ്റാണ്. കാരണം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ കാണാൻ പറ്റത്തില്ല, ബോൾ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു. അത് ഈ രീതിയിൽ മാർക്ക് ചെയ്തിരുന്നെങ്കിൽ ബോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു. പക്ഷെ ആളുടെ ആ ഒരു മാർക്കിംഗ് പിഴവ് ഈസി ആയിട്ട് മുതലെടുത്തുകൊണ്ടായിരുന്നു ആ ഒരു സമനില ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. സമനില ഗോൾ അടിച്ച ആളിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ബ്രെയിൻ മാക്ജോ എന്നതാണ്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 17 വയസ്സ് മാത്രമാണ് പ്രായം. 17 വയസ്സ് മാത്രം. അതായത് ഞാൻ ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് എനിക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഗോൾ അടിച്ച പ്ലെയർ ആരാണെന്നൊക്കെ നോക്കിയ സമയത്താണ് ഞാൻ അത് കണ്ടത്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പ്ലെയറാണ്. UFA സൂപ്പർ കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറാണ് ഈ മാക്ജോ എന്ന് പറയുന്ന പ്ലെയർ. ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആണ്. ആള് മറ്റേ ലക്സംബർഗോ അങ്ങനെ ഏതോ ഒരു നാഷണൽ ടീമിന് വേണ്ടി 2-3 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടിലോട്ട്, അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്, അവിടെ അങ്ങോട്ട് മാറി അണ്ടർ-17 ഇംഗ്ലണ്ട് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. സ്വീഡനെതിരെ ഒരു മാച്ചിൽ 2 ഗോളുകൾ ബ്രൈസ് നേടുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സീസണിന്റെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലാണ് ആള് ഈ ഒരു ആസ്റ്റൺ വില്ലയിലേക്ക് എത്തിയിട്ടുള്ളത്. ആസ്റ്റൺ വില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ്റ്റൺ വില്ലയിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്ലബ് ഫ്രണ്ട്ലി മാച്ചസ് ആണല്ലോ കളിക്കുന്നത്. 7 ഫ്രണ്ട്ലി മാച്ചസ് ആള് കളിച്ചു ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി. 7-ത്തിൽ ആള് 4 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് ആള് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ മാച്ചിൽ, UFA സൂപ്പർ കപ്പ് ഫൈനൽ മാച്ചിൽ ഈ ഒരു മാക്ജോ എന്ന് പറയുന്ന വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള പ്ലെയറിനെ, സെന്റർ ഫോർവേഡിനെ ഉനൈ എമറി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആള് ഗോൾ അടിച്ചു എന്നത് മാത്രമല്ല, ആളുടെ ഒരു 2 ഹെഡർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2-3 നല്ല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, നല്ല ഷൂട്ടുകൾ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പാസ് ചെയ്യുന്നുണ്ട്. ആളൊരു സോളിഡ് പ്ലെയർ ആണ്, ഒരു ഫ്യൂച്ചർ ആണ്, ഉറപ്പാണ്. അത് കണ്ടറിയാലോ. ഒരു പ്ലെയറിനെ നമുക്ക് ജസ്റ്റ് ഒരു മാച്ച് കണ്ടാൽ മനസ്സിലാവും ആ പ്ലെയർ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്, ആ പ്ലെയറിന് ടാലന്റ് ഉണ്ട് എന്നതൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഷുവർ. അതായത് ഈ പേര് ഓർത്ത് വെച്ചേക്കുക. ഈ പേര് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വരുന്ന സീസണിൽ ആളൊരു ടോപ്പ് പെർഫോമൻസ്, ആൾക്ക് ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതേപോലെ പോയി കഴിഞ്ഞാൽ ആളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു വേൾഡ് ക്ലാസ് ടാലന്റ് ആണ്. 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു ഏജിലാണ് PFC പോലെ ഒരു ടീമിനെതിരെ സ്റ്റാർട്ട് ചെയ്യുക, ഗോൾ അടിക്കുക, മികച്ചൊരു പെർഫോമൻസ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു കിടിലം പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-1 ഡ്രൈ ആയിട്ട് മാറി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തുടക്കം തന്നെ ഒസ്മാൻ ഡെംബലെ കളിപ്പിച്ചു. ഒസ്മാൻ ഡെംബലെ ഇല്ലാതെയായിരുന്നു PFC സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒസ്മാൻ ഡെംബലെ വന്നു. വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഒസ്മാൻ ഡെംബലേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഈ ഒരു ആസ്റ്റൺ വില്ല തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആസ്റ്റൺ വില്ല മാറി നന്നായിട്ട് പാസ് ചെയ്തിട്ട് വളരെ ക്വിക്കായിട്ടുള്ള ഒരു അറ്റാക്ക് ആസ്റ്റൺ വില്ലയുടെ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഗോൾ വരുന്നത്. ആ ഒരു ദുബൈയുടെ ഗോള്, ഒസ്മാൻ ഡെംബലയുടെ പാസിൽ നിന്ന് ദുബൈ ആ ബോൾ എടുത്തിട്ട് പോയിട്ട് 3 പേര് ലൈനിലേക്ക് വരുന്നുണ്ടെങ്കിലും
ഈസിയാണ്, 1-on-1 പോലെ ആയി. അത് മാത്രമല്ല ഒരു ആംഗിൾ പൊസിഷനാണ്. അവിടെ നിന്നിട്ട് ആ സെക്കൻഡ് പോസ്റ്റിലേക്ക് ബ്രില്യൻ്റ് ആയിട്ടൊരു ഫിനിഷ് ചെയ്തു. ഒരു കീപ്പറിന് അത് തടയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു ഫിനിഷ് ആൾ ചെയ്തു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു. അങ്ങനെ ആ ഒരു ഗോളിന് ശേഷം ഞാനും ആദ്യം വിചാരിച്ചത് അതൊരു ഓഫ് സൈഡ് ആണെന്നാണ്. കണ്ടാൽ നമുക്ക് അങ്ങനെ ഓഫ് സൈഡ് എന്നേ തോന്നത്തുള്ളൂ. പക്ഷെ പിന്നീട് അവർ ആ ഒരു VR ചെക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഓഫ് സൈഡ് അല്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓൺ സൈഡ് ഗോൾ തന്നെയായിരുന്നു അത്. നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ലൈനിലുണ്ടായിരുന്ന മൂന്നാമത്തെ ഡിഫൻഡർ, അങ്ങറ്റം ഉണ്ടായിരുന്ന ഒരു ഡിഫൻഡർ ആയിരുന്നു ആ ഒരു ലൈന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നു, അത് ഈസി ആയിട്ട് ഗോളാക്കി മാറ്റി. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ദുബൈ ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഫസ്റ്റത്തെ ഗോളിന് അസിസ്റ്റ് നൽകി, സെക്കൻഡ് അദ്ദേഹം വിന്നിംഗ് ഗോളും നേടി. അപ്പോൾ ഈ ഒരു ഗോൾ വന്നതിന് ശേഷം PSG കുറച്ച് സമയങ്ങളിൽ PSG ഒരു നല്ല ഗെയിം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആസ്റ്റൺ വില്ല തിരിച്ചു വന്നു. ആസ്റ്റൺ വില്ല വീണ്ടും അറ്റാക്കുകൾ ചെയ്യുന്ന കണ്ടു. ഓപ്പോസിറ്റ് ഈ ഒരു PSG കീപ്പറിന്റെ കുറെ സേവുകൾ, അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിന്റെ പ്രോപ്പറായിട്ടുള്ള ബ്ലോക്കുകൾ, ഇങ്ങനെ കുറെ മൂവ്മെന്റ്സ് വന്നു. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിലെല്ലാം ക്രോസുകൾ ആരും കണക്ട് ചെയ്യാതെ പോകുന്ന കാണാം, ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ക്രോസുകൾ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ മികച്ചൊരു മാച്ച്. അതായത് ഈ സീസണിലെ യൂറോപ്യൻ സീസൺ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു കിടിലൻ കളി കണ്ടുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു മാച്ച് അങ്ങനെ അവസാനം ഇഞ്ചുറി ടൈം 5 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം അതായത് ഇഞ്ചുറി ടൈം 5 മിനിറ്റ് ആയ സമയത്താണ് PSG ബോൾ പൊസിഷൻ വെച്ചിട്ട് കുറച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചത്. എന്നിട്ടും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു. ഹെഡർ ചാൻസസ് ഒക്കെ ഈ ഒരു ആസ്റ്റൺ വില്ല ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഉനൈ എമറിയുടെ ഈ ഒരു ആസ്റ്റൺ വില്ല കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അവർ 4ാം സ്ഥാനത്തിന് മുകളിൽ ഒരു സ്ഥാനം അർഹിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ. അവസാനമൊക്കെ കുറച്ച് മത്സരങ്ങളിൽ ഉഴപ്പിയത് കൊണ്ട് മാത്രമാണ് 4ാം സ്ഥാനത്തേക്ക് പോയി നിന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് മുകളിൽ ഒരു സ്ഥാനം അർഹിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ തന്നെ. അപ്പോൾ ഈ ഒരു സീസണിലും ഒരു ബ്രില്യൻ പെർഫോമൻസ് ഈ ഒരു ടീമിൽ നിന്ന് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് അവരെടുത്തല്ലോ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും അവർക്ക് ഒരു മികച്ചൊരു പെർഫോമൻസ് നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കറിയാലോ PSG അപേക്ഷിച്ച് നോക്കുമ്പോൾ PSG കുറേ പ്ലെയേഴ്സ് വേൾഡ് കപ്പ് കളിച്ചവരാണ്. അപ്പോൾ വലിയൊരു റെസ്റ്റ് പീരീഡ് ഒന്നും ഇല്ലാതെയാണ് അവർ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. എന്നാൽ മറുഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആസ്റ്റൺ വില്ലയുടെ ചില പ്ലേയേഴ്സ് മാത്രമേ വേൾഡ് കപ്പ് കളിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാരണം ആസ്റ്റൺ വില്ലയുടെ ഭൂരിഭാഗം പ്ലേയേഴ്സും റെസ്റ്റാണ്, ഫുൾ റെസ്റ്റ്. അവരാകെ കളിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട്ലി മാച്ചസ് ആണല്ലോ. നമുക്കറിയാലോ കോമ്പറ്റീറ്റീവ് മാച്ചിൻ്റെ ആ ഒരു ലെവലിലേക്കൊന്നും ഫ്രണ്ട്ലി മാച്ചസ് എത്തത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്കുണ്ട് എന്നതാണ്. ഇതുപോലത്തെ ഈ ഒരു UEFA സൂപ്പർ കപ്പ് പോലത്തെ ഈ മത്സരങ്ങളൊക്കെ സീസൺ തുടങ്ങി ഒരു 5 മാച്ചിന് ശേഷം വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ കപ്പ് ഫൈനൽ മത്സരങ്ങളൊക്കെ സീസൺ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 4-5 മാച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു നല്ല സംഭവമായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. PSG വളരെ ബോൾ പൊസിഷൻ വെച്ചിട്ട് വളരെ മികച്ച രീതിയിലുള്ളൊരു ഹൈ പ്രസ്സിങ്, അവർ കഴിഞ്ഞ സീസണിലൊക്കെ എന്താണോ ചെയ്തത് അത് തന്നെയായിരുന്നു ഈ മാച്ചിൽ ചെയ്തിരുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് നല്ല രീതിയിൽ ടാക്ടിക്കലി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് പ്രോപ്പറായിട്ടായിരുന്നു ഈ ഒരു ആസ്റ്റൺ വില്ല വന്നിട്ടുണ്ടായിരുന്നത്. ആകെ ആസ്റ്റൺ വില്ലയ്ക്ക് പിഴച്ചു പോയൊരു സംഭവം എന്ന് പറയുന്നത് ഫിനിഷിംഗ് ആണ്. ഫൈനൽ തേർഡിൽ അവർ കൊടുത്ത പാസുകൾ, അതുപോലെ തന്നെ ഫൈനൽ ടച്ച്, ആ ഒരു ഗോൾ പോസ്റ്റിനകത്തേക്ക് എത്തിക്കേണ്ട ആ ഒരു ടച്ച്, അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ പിഴച്ചു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലങ്ങൾ അതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു മാച്ച് തൂക്കാൻ പറ്റുമായിരുന്നു. ആസ്റ്റൺ വില്ലയ്ക്ക് ഈസി ആയിട്ട് തൂക്കുമായിരുന്നു അവർ. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് PSG മോശമായിട്ട് കളിച്ചൊന്നുമല്ല. PSG കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ആ ഒരു നോക്കൗട്ട് മാച്ചൊക്കെ ഇല്ലേ, അതായത് ബയണിനെതിരെ ഒക്കെ കളിച്ച ആ ഒരു മാച്ച്, അതിൻ്റെ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല ഈ മാച്ച്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം സീസൺ സ്റ്റാർട്ട് കൂടെയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ദുബൈയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ആള് ഒരു ഗോളും ഒരു അസിസ്റ്റുമായിട്ട് ബ്രില്യൻ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് യുച്ചാ ക്വാറസ്കേലിയ മറ്റൊരു വിങ്ങിൽ ആളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തി. ആളുടെ ഒരു ട്രേഡ് മാർക്ക് ഗോൾ സ്കോർ ചെയ്തു. ഗോൾ ഉപരി ആള് അറ്റാക്കിങ്ങിലും ഡിഫൻസിലും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. പിന്നെ ന്യൂനോ മെൻഡസ് ഇടയ്ക്ക് ഇഞ്ചുറി പറ്റി പോയെങ്കിലും ന്യൂനോ മെൻഡസ് ഈ മാച്ചിൽ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് PSG വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിറ്റീനയും ഒരു നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിറ്റീനയുടെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ,
അതിൻ്റെ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു മറ്റ് പ്ലേയേഴ്സ്, അതായത് PSG മറ്റ് മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും അതുപോലെ ഡിഫൻസിലൊക്കെ കളിച്ച മറ്റ് പ്ലേയേഴ്സൊക്കെ ഒരു ആവറേജ് പെർഫോമൻസ് നടത്തിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. PSG ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ ഒരു ബ്രസീലിയൻ ആണെങ്കിൽ അത്യാവശ്യം മാർക്കിനോസ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരു ആവറേജ് ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു കഴിഞ്ഞ ഒരു PSG കഴിഞ്ഞ ഫിഫണി കളിച്ച ഒരു ഗെയിമിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഫിഫയുടെ ഫസ്റ്റത്തെ മാച്ച് മാത്രമാണ് അവർ അറിയാലോ. സീസൺ സ്റ്റാർട്ടിങ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് PSG സ്റ്റാർട്ട് ചെയ്യാറ്. എന്നിട്ട് സീസൺ അവസാനിക്കുമ്പോൾ ഒരു ടോപ്പ് ഗിയറിലോട്ട് മാറിയിട്ട് അവർ കപ്പെല്ലാം വാരിക്കൊണ്ട് പോകും. അത് കോമൺ ആയിട്ട് നമ്മൾ കുറേ സമയത്ത് കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് അപ്പുറത്തെ ആ ഒരു കളിച്ചിട്ടുള്ള ബ്രയാൻ മാറ്റ്ജോയിനെ കുറിച്ചാണ്. ആള് കിടിലൻ കളി കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ പറയുന്നു. 17 വയസ്സ്, യങ് ഗോൾ സ്കോറർ ഓഫ് ദ ടൂർണമെന്റ് ആയി മാറിയിട്ടുണ്ട്. അതായത് ഈ ഒരു UEFA സൂപ്പർ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആയിട്ട് ഈ ഒരു മാച്ചോ മാറി. ആളുടെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഈ മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആളുടെ ഫിനിഷിങ് കുറച്ചുകൂടി ആൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വെറും 17 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിൽ ആൾ നന്നായിട്ട് ഫിനിഷിംഗ് ഒക്കെ സെറ്റ് ആക്കാനുള്ള ഒരു എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ മാച്ചിലെ റെഫറി ആദ്യമായിട്ടാണ് ഒരു നോൺ യൂറോപ്യൻ റെഫറി UEFA സൂപ്പർ കപ്പ് ഫൈനൽ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൊമാലിയൻ റെഫറി. അദ്ദേഹം ആഫ്രിക്കയിലെ ബെസ്റ്റ് റെഫറിയായി മാറി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അമേരിക്കയിലെ ഒരു വിസ പ്രശ്നമൊക്കെ വന്നു. അതിനുശേഷം വേൾഡ് കപ്പ് അദ്ദേഹം നിയന്ത്രിച്ചു. കാനഡയിലേക്ക് പോയിട്ടാണ് നിയന്ത്രിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു റെഫറി പരിപാടി ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ 1-2 ഡിസിഷൻസ് കുറച്ച് പാളിയതുപോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ സ്റ്റിൽ ആൾ നന്നായിട്ട് തന്നെ ഈ ഒരു മാച്ചിൽ നിന്നിട്ടുണ്ട്. അതിലൊരു സംശയം വേണ്ട. കിടിലനായിട്ടുള്ള ഒരു പെർഫോമൻസ് ആൾ ഈ ഒരു മാച്ചിൽ ആളുടെ ഭാഗത്ത് നിന്ന് ഒരു റെഫറി എന്ന നിലയിൽ ആൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. വളരെ കാമാണ് കേട്ടോ. അതായത് ഈ പ്ലേയേഴ്സ് ഒക്കെ വന്ന് പകരമായിട്ട് ഹാർഷ് ആകുന്നത് വളരെ കാമായിട്ടാണ് ആൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റെഫറി. അതായത് ഒരു വേൾഡ് കപ്പ് ഫൈനൽ, ചാമ്പ്യൻസ് ലീഗിലൊക്കെ കുറേ മാച്ചസ്, അങ്ങനെയൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു റെഫറി എങ്ങനെയാണോ ഒരു ഗ്രൗണ്ടിൽ പെരുമാറുന്നത് അതുപോലത്തെ ഒരു സംഭവമാണ് ആൾ ചെയ്തിട്ടുണ്ടായത്. അത്യാവശ്യം ആൾ കാർഡ് കൊടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു മാച്ചിലെ രണ്ട് ടീമിലെയും സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 61% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു PSG. മറുഭാഗത്ത് 39%. PSG ബോൾ പൊസിഷനിൽ കൂടുതലും PSG ആ ഒരു ഡിഫൻഡേഴ്സ് പാസ് ചെയ്ത ആ ഒരു പാസുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ എടുത്തു പറയേണ്ടത്. PSG മിഡ്ഫീൽഡ് സത്യം പറഞ്ഞാൽ ഈ മാച്ചിൽ ഷോക്കായിരുന്നു. ആസ്റ്റൺ വില്ലയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആസ്റ്റൺ വില്ല ഒരു പ്രീമിയർ ലീഗ് ടീമാണ്. അപ്പോൾ പ്രീമിയർ ലീഗിൽ ആ ഒരു ഫിസിക്കൽ ഗെയിം, അതുപോലെ തന്നെ ആസ്റ്റൺ വില്ല അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ഫുട്ബോൾ, ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ അത്യാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ. പിന്നെ 39% ആസ്റ്റൺ വില്ലയുടെ ഒരു ബോൾ പൊസിഷൻ എന്ന് പറയുന്നത്. ബിഗ് ചാൻസസ് ഇവിടെയാണ് എടുത്തു പറയേണ്ടത്. 3 ബിഗ് ചാൻസസ് ആണ് ഈ ഒരു ടീം, അതായത് PSG ക്രിയേറ്റ് ചെയ്തെങ്കിൽ മറുഭാഗത്ത് 5 ബിഗ് ചാൻസസ് മാത്രം 5 ആസ്റ്റൺ വില്ല ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എത്രണ്ണം അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം. അതൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല അവർക്ക് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയില്ല. ടോട്ടൽ ഷൂട്ട് PSG 12, 6 ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചു. മറുഭാഗത്ത് 15, 4 ഓൺ ടാർഗറ്റ് എത്തിച്ചത്. അതായത് PSG കൂടുതൽ ഷൂട്ടുകൾ അടിച്ചെങ്കിലും ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതിലും അവർ വലിയ രീതിയിൽ പാളിച്ചകൾ ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫിനിഷിംഗ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ലയ്ക്ക് ഈ ഒരു സീസൺ വേറെ ലെവൽ ഒരു സീസണായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പാസസ് 588 പാസസ്. സാധാരണ ലൂയിസ് എൻട്രിക്കയുടെ ടീം മിനിമം 500 പാസെങ്കിലും ചെയ്യും അല്ലേ. അവരുടെ ഒരു 500+ പാസിങ് ആ ഒരു ടൈപ്പ് ഒരു ഗെയിമാണ് അവർ കളിക്കാറ്. മറുഭാഗത്ത് ആസ്റ്റൺ വില്ല 368 പാസസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീസെന്റ് ആയിട്ടുള്ളൊരു ഗെയിം അവരും കളിച്ചിട്ടുണ്ട്. കോർണർ PSG ഒന്നുമില്ല. ആസ്റ്റൺ വില്ല 2 കോർണേഴ്സ് വിൻ എടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റ് പീസുകൾ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു മാച്ചിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആസ്റ്റൺ വില്ലയുടെ ആ ഒരു 7ാം നമ്പർ വിങ്ങർ, ആ ഒരു റൈറ്റ് സൈഡിൽ കളിച്ച് 7ാം നമ്പറുകാരൻ എടുത്തിട്ടുള്ള ചില സെറ്റ് പീസുകൾ മാത്രമാണ്. അപ്പോൾ ഒരു നല്ല ഗെയിം നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയാം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാച്ചിന് മുമ്പുള്ള വീഡിയോസും മാച്ചിന് ശേഷമുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ഷെയർ.